മാരി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നോ. ഞാൻ തുടങ്ങിയ ബ്രാൻഡാണ് സ്റ്റാർട്ടാബ്ലി പറഞ്ഞ ബ്രാൻഡ്. ഫർണിച്ചർ ഫീൽഡിൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ ഫർണിച്ചർ ഫീൽഡിലേക്ക് കടന്നു വന്ന് അവിടെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരനാണ് ഇന്ന് നമ്മളിപ്പം ഈ കേരള ഫാക്ടറിൻ്റെ ഈ ഷോയിൽ നമ്മളിപ്പം കൂടെ ഉള്ളത്. എന്ന് വെച്ചാൽ ഫാദിലാണുള്ളത്. എന്ന് വെച്ചാൽ ടാബ്ലിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇനി ഇതിന് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫാദിലിനോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ തുടങ്ങിയ ബ്രാൻഡാണ് സ്റ്റാർട്ടാബ്ലി പറഞ്ഞ ബ്രാൻഡ്. അതിലുള്ളത് ഫർണിച്ചർ ഐറ്റംസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഐക്യ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. അതിൻ്റെ പക്ക കോപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിൽ കുറച്ച് മാറ്റങ്ങളും ഉണ്ട്. ഐക്യ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കമ്പനിയാണ്. അത് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ഉള്ളൊരു ഐറ്റമാണ്. ഇപ്പോൾ നമ്മളെ ടാബ്ലറ്റ് ഉദ്ദേശിച്ച് നമ്മളത് പ്രൈസ് കുറച്ചിട്ട് കസ്റ്റമർ എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. പ്രൈസ് കുറച്ചിട്ട് കസ്റ്റമർ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ പ്രൈസ് കുറയ്ക്കുന്നത്? എവിടേക്കാണ് ഈ പ്രൈസ് കുറയ്ക്കുന്നത്? അപ്പോൾ ക്വാളിറ്റിയിൽ മാറ്റം വരുത്തിയിട്ടാണോ? ഒരിക്കലും ഇല്ല. ക്വാളിറ്റി നമ്മൾ ചേഞ്ചും വരുത്തില്ല. നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ കസ്റ്റമർ ടേബിൾ എന്ന് പറയുമ്പോൾ നല്ല സൈസുള്ള സാധനമാണ്. അതൊരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ടേബിൾ, അതിന് 4 ലെഗ്, അതിന് ഫിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും ഒരു ബോക്സിനുള്ളിൽ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് ഒറ്റ ബോക്സിനുള്ളിൽ എത്തിച്ചാൽ മതി. അതാകുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫീസ് കുറയും. അതിന് സ്റ്റോറേജിനുള്ളൊരു വെയർഹൗസും ഒക്കെ ആണെങ്കിൽ ആ ഒരു സ്റ്റോറേജ് നമ്മൾ കുറേ ഒറ്റ പ്ലേസിൽ കുറേ സംഭവം സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെയും പ്രൈസ് കുറയും. മൊത്തത്തിൽ വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ കസ്റ്റമറിന് അങ്ങനെ പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റും. 2025 കഴിഞ്ഞ് 2026 കടന്ന് അപ്പോൾ ഇത് ടാബ്ലോ പറഞ്ഞ ഈ ബ്രാൻഡ് തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഏകദേശം എത്ര റവന്യൂ ഉണ്ടാക്കി? റവന്യൂ എത്രയാണെന്ന് കറക്റ്റ് ഞാൻ പുറത്തു വരാൻ ഉദ്ദേശിക്കുന്നില്ല. പകരമായിട്ട് ഏകദേശം ഞാനൊരു 30 to 40 ടാബ്ലറ്റ്സ് നമ്മൾ വിറ്റേക്കണം കഴിഞ്ഞ ഇയറിൽ. ടാബ്ലോ നിങ്ങൾ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ വേറെ ഒരാൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ടാബ്ലോൻ്റെ കറൻറ്റ് വാല്യൂ എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പം നിലവിൽ നമ്മളെ ടാബ്ലറ്റ് ഷെയർസും കൊടുക്കണില്ല. നമ്മളോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു അതിൻ്റെ ഒരു ഇത്ര % ഷെയർ കിട്ടുമെന്ന്. 2 lakhനും 4 lakhനൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഒരു വെച്ചാൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളതിൽ കുറേ ഫ്യൂച്ചർ കാണുന്നുണ്ട്. ഫ്യൂച്ചറിൽ നമുക്കിപ്പോൾ നോക്കാം കൊടുക്കാൻ പറ്റുമല്ലോ എന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഇഷ്ടംപോലെ ടാബ്ലറ്റ് ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഐക്യ പോലത്തെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് വരെ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ആൾക്കാർ ടാബ്ലിയോ ചൂസ് ചെയ്യണം? അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല ഇൻ്റർനാഷണൽ ബ്രാൻഡ് കോൽക്ക് പോയിക്കൂടെ? അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ഐക്യൻ്റെ UK പ്രൈസ് എന്ന് പറഞ്ഞത് ഒരു ടാബിളിന് 10 pound. അത് നമ്മളെ ഇന്ത്യ നോക്കുകയാണെങ്കിൽ 1200 രൂപയാണ്. പക്ഷേ UK £10 ഒരു ബിരിയാണി പോലും കിട്ടൂല. പക്ഷേ അത് നമ്മളെ ഇന്ത്യക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ്റെ പ്രൈസ് പറഞ്ഞാൽ 1200. നമുക്ക് അതിന് എത്ര ബിരിയാണി കഴിക്കാം? ഇപ്പോൾ ബിസിനസ്സിൽ ഇത്ര കാലം സഞ്ചരിച്ചു, ഇതിൽ ഏകദേശം 1 year ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1 yearൽ എന്തൊക്കെ പാഠങ്ങളാണ് പഠിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ നേരിട്ടിട്ടുള്ളത്? അപ്പോൾ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിലുള്ളൊരു സംഭവമാണ് റിസ്ക് എന്ന് പറഞ്ഞത്. അത് എന്തായാലും ഉണ്ടാവും. അത് ഏതൊരു ബിസിനസ്സിലും ഇല്ലാക്കൂല. സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എനിക്കുണ്ടായ റിസ്ക് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ടേബിൾ ഉണ്ടാക്കി. അതിന് ഫസ്റ്റ് വന്നാണ് നമ്മളൊരു പ്ലൈ എടുത്ത് അതിന് ലെഗിനുള്ള ഹോൾസ് ഇട്ടപ്പോൾ തന്നെ പ്ലൈന് നല്ല കംപ്ലയിൻറ്റ് വന്ന്. പിന്നെ ആ ലെഗ് എയിമിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ എയിം എന്താ വെച്ചാൽ കസ്റ്റമറിനെ അത് വീട്ടിൽ കൊണ്ട് ഫിറ്റ് ചെയ്യുക, പിന്നെ ഫിറ്റ് ചെയ്യുക, അങ്ങനത്തെ ടൈപ്പ്. പക്ഷെ നമ്മളിത് സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഫിറ്റ് ചെയ്ത് പിന്നെ ഊരി വേണം, അവിടെ ലൂസ് ആവുകയാണ്. അത് അതിൻ്റെ പ്ലൈൻ്റെ ഒരു കുഴപ്പമാണ്. അത് നമ്മൾ ഫിക്സ് ചെയ്ത്. അതേപോലെ ലെഗ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 4 ഹോൾസ് വെച്ച് കൊടുത്തത്. അപ്പോൾ അത് ലെഗിനൊരു സ്ട്രോങ് ഇല്ല. അത് നമ്മൾ കുറേ ട്രൈ ചെയ്തു, കസ്റ്റമർ കൊടുത്തു. ചില കസ്റ്റമർ പറഞ്ഞു, അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി റെഡിയാക്കി കൊടുത്തു. അത് തിരിച്ച് സാധനം മേടിച്ചിട്ട് നമ്മളതിന് ലെഗിന് ഹോൾസ് കൂട്ടി കൊടുത്തപ്പോൾ അത് സ്ട്രോങ് ആയി സാധനം കിട്ടി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പോൾ നമ്മളുണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് അത് അറ്റ ടൈമിലല്ല സോൾവ് ചെയ്തത്. ഇപ്പോൾ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം വന്ന് അങ്ങനെ ഓരോ പ്രശ്നം നമ്മളിപ്പോൾ എല്ലാം സോൾവ് ചെയ്ത് പോയപ്പോൾ മാഷാ അല്ലാഹ് ഇപ്പോൾ എല്ലാം ഓക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലാണ് ഇപ്പോൾ സാധനം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഡെലിവറി ഉണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് വേറെ വെയർ ഹൗസസ് ഇട്ടിട്ട് നിങ്ങൾ സ്കെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈസിയായിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? അപ്പോൾ ഈ ഒറ്റ വെയർ ഹൗസ് കൊണ്ടുതന്നെ നമുക്ക് കോസ്റ്റ് നല്ല ചേഞ്ച് വരും. നമുക്ക് കുറേ വെയർ ഹൗസ് അവിടെ ഇവിടെയും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ വെയർ ഹൗസിൽ തന്നെ കുറേ സ്റ്റോക്ക് കയറ്റാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോസ്റ്റ് ടൈമിൽ കുറക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പക്ക കോസ്റ്റ് കുറച്ചാണ് കസ്റ്റമർ സാധനം എത്തിക്കും. 2026 ടാബ്ലിയോൻ്റെ പ്ലാൻസുകളൊക്കെ എന്തൊക്കെയാണ്? അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ വർഷം നമുക്ക് 30 to 40 ടാബ്ലറ്റ്സാണ് പോയത്. ഈ വർഷം നമ്മൾ കാണുന്നത് 30 to 40 ടാബ്ലറ്റ്സ് അല്ല, അതിന് പകരം 50 to 60 lakh റവന്യൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻസർ നമ്മൾ പുറത്ത് പറയണില്ല. പക്ഷെ നമ്മൾ എയിം പറഞ്ഞതാണ് നെക്സ്റ്റ് ഇയറില്ല ഈ ഇയർ നമ്മൾ 50 to 60 lakh റവന്യൂ നമ്മൾ എടുക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ പിന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടേബിൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് നമ്മൾ ഒരിക്കലും നിൽക്കില്ല. നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ഒന്നുമില്ല, ടേബിളിൻ്റെ വേറെ വേരിയൻസും അതേപോലെ തന്നെ ചെയർ അങ്ങനത്തെ ഓരോ സംഭവം ചെയ്യും. പക്ഷെ നമ്മൾ എല്ലാം അറ്റ ടൈമിലല്ല, ഒപ്പം നമ്മൾ ചെയ്യില്ലല്ലോ കൂടി.
ഫസ്റ്റ് ഒന്നും ചെയ്ത് അതിൻ്റെ എല്ലാ ഭാഗവും ക്ലിയർ ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് പോവുള്ളൂ. അപ്പോൾ ഫർണിച്ചർ ഫീൽഡിൽ തീരെ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള നമ്മൾ മുമ്പ് പറഞ്ഞു. അപ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നപ്പോൾ ഈ ഫർണിച്ചർ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ഫർണിച്ചർ ഫീൽഡാണ്, എനിക്ക് അതിലൊരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യിക്കാണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഓനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു 1-2 ടേബിൾസ് ഉണ്ടാക്കി, അതിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചു. അതിങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു ഫർണിച്ചറിനോട് ഒരു താല്പര്യം തോന്നി. അതിൽ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മളെ ആ ഒരു പ്രശ്നം തീരുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമല്ല, ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള പ്രശ്നമല്ല, നമ്മളതിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അതിൽ സോഫ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയറും അല്ല സോഫ ഇല്ലാത്തൊരു സാധനം. അപ്പോൾ നിങ്ങൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ സോഫ എന്നുള്ളൊരു പേരിട്ടെന്ന് വിചാരിക്കണേ. അപ്പോൾ ആ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും, എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മൾ ടേബിളിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്തിട്ടുള്ളതായിരിക്കും. പിന്നെ സോഫ എന്ന് പറഞ്ഞാൽ നമ്മളെ കസ്റ്റമർ നമുക്കൊന്നൊരു എൻക്വയറി ആണ്, ഒരു ഓഫീസ് സ്പേസൊക്കെ ഇരിക്കാനുള്ളൊരു സാധനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. കസ്റ്റമറിനെ പറഞ്ഞ സാധനം അത് ജസ്റ്റ് എനിക്ക് അതിൻ്റെ ഒരു മോഡലും തന്നു, ഈ സംഭവം ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്നുള്ളത്. അതൊരു ബഡ്ജറ്റ് കുറച്ച് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു, എല്ലാ സാധനവും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഓക്കെ, അത് ഓക്കെയാണ്, കസ്റ്റമർ പറഞ്ഞ പ്രൈസിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത സാധനമാണ് അത്. അപ്പോൾ ഒരു കസ്റ്റമറിനോട് ഒരു ഫോട്ടോ എന്തെങ്കിലും കാണിച്ചാണ്ട് ഈ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് മൊത്തത്തിൽ അന്വേഷിക്കും. അതിനോട് നമുക്ക് വരുന്ന പ്രൈസും അതെങ്ങനെ കസ്റ്റമർ ലോ ബഡ്ജറ്റിൽ ഹൈ ക്വാളിറ്റിയിൽ കസ്റ്റമറിന് ചെയ്തു കൊടുക്കാമെന്നുള്ളത് നോക്കും. അപ്പോൾ എന്തുകൊണ്ടും അത് ചെയ്തു കൊടുക്കുമ്പോൾ ഒരു 100% കോൺഫിഡൻസ് എനിക്ക് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ കസ്റ്റമറിന് ഓക്കെ ആയിട്ടുള്ള കൺഫർമേഷൻ കൊടുക്കുള്ളൂ. അല്ലാതെ കസ്റ്റമറുടെ കാര്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യലില്ല. മെയിനായിട്ട് വേറെ കാര്യങ്ങൾ നോക്കണ പറഞ്ഞിട്ട് നമ്മളത് ലീവ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് യെസ് ഓർ നോ സെഷനാണ്. എന്ന് വെച്ചാൽ യെസ്സോ അല്ലെങ്കിൽ നോയോ പെട്ടെന്ന് പറയാട്ടോ. പക്ഷേ നമ്മൾ ചോദിച്ചതിന് പെട്ടെന്ന് എന്താണ് മൈൻഡിൽ തോന്നുന്നത് അത് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഇനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ടാബ്ലിയോക്ക് ഇപ്പോൾ കറൻറ്റ് വാല്യൂവിനേക്കാളും 5 ഇരട്ടി വാല്യൂ എന്നാലും നിങ്ങളത് വിൽക്കാൻ ഉദ്ദേശിക്കണ്ട. നോ. ടാബ്ലിയോ ഇനി ഫർണിച്ചർ ഫീൽഡ് മാറിയിട്ട് വേറെ ഫീൽഡ് ആൾ പിടിക്കുന്നുണ്ടോ? നോ. ഇപ്പോൾ ഫാദിൽ സ്വന്തമായിട്ടൊരു വീട് എടുക്കണം. അപ്പോൾ അവിടേക്കുള്ള ഫുൾ സാധനങ്ങൾ ടാബ്ലിയോ എന്നാവോ പർച്ചേസ് ചെയ്യാം? യെസ്. ഫാദിൽ ഇപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ 22 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഭാവിയിൽ മാരേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നോ. ചോദ്യം എന്തിനാണ്ടത്? ബാജ് ഭാവിയിൽ തന്നെ പറഞ്ഞ് അവന്നോട് ചോദിച്ചാൽ യെസ്സാട്ടോ, അടി ഇട്ടു ചെയ്തിട്ടൊന്നും നമുക്ക് അപ്പണ്ടില്ലല്ലോ. ഇപ്പോൾ ടാബ്ലിയോ എന്ന് പറഞ്ഞ ഈ ബ്രാൻഡ് വളർത്തിയെടുക്കാൻ ഫാദിലിൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണോ? കുറേ ആളുകൾക്ക് ഫാമിലി പ്രഷർ കാര്യങ്ങളൊക്കെ വരും ഈ ഏജിൽ ബിസിനസ്സൊക്കെ ഇറങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ പ്രഷറും കാര്യങ്ങളും ഫാദിലിൻ്റെ വീട്ടിൽ നിന്നുണ്ടോ? യെസ്. 2026 ടാബ്ലിയോ ഒരു സക്സസ് കമ്പനി ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റുമോ? അബ്സല്യൂട്ട്ലി യെസ്.